ഹായ്, ഇതൊരു കടലാസ് ചെടിയാണ്. ഇലകൾ കാണുമ്പോൾ നമുക്ക് ഉറപ്പായും വിശ്വസിക്കാം അതൊരു കടലാസ് ചെടിയാണെന്ന്. പക്ഷേ ഈ പൂവ് കണ്ടാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ. കണ്ടോ, ഈ ചെറുതായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ പൂക്കളാണിതിന്. ഇത് വല്ലാതെ വിരിയുന്ന ഇതളുകൾ വിരിഞ്ഞ് മലർന്നു പോകുന്ന ഇനങ്ങളൊന്നുമല്ല. അതായത് ഇതിങ്ങനെ ഈ കുരുകുരാന്ന് നിൽക്കും. ഇത് ഞാൻ വാങ്ങിച്ച സമയത്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതൊന്നൊരു കുഞ്ഞു ചെടിയായിരുന്നു. ഞാനത് കടയിലെ ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചെടി അങ്ങ് തിരിച്ചെടുക്കാമോ? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുമല്ല, കുഞ്ഞു പൂവാണ്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും കുഞ്ഞു പൂവായിരിക്കുന്നു. വിടരാതെ അങ്ങോട്ട് കുഞ്ഞായിട്ട് വളർന്നു വരുന്നതാണെന്നുള്ള ഒരു ധാരണയായിരുന്നു എനിക്ക് വന്നത്. അപ്പോൾ ആ പുള്ളി പറഞ്ഞു, ചേച്ചിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനിത് കണ്ട് മോഹിച്ചാണ് ഇത് എടുത്തുകൊണ്ട് വന്നത് തൃശ്ശൂരിൽ നിന്ന്. കാരണം അത്ര ഭംഗിയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും ഇത് എത്തി തുടങ്ങിയിട്ടില്ല. ഒരു പേരും എന്നോട് പറഞ്ഞു കേട്ടോ, പക്ഷേ ഞാനതങ്ങ് വിട്ടുപോയി. ഇത് നിറയെ അങ്ങ് പിടിക്കും എന്ന് പറഞ്ഞു. ഇതിനകത്ത് കെട്ടിവെച്ചേക്കുന്ന കമ്പും കോലും ഒന്നും കണ്ട് നിങ്ങൾ ഭയക്കണ്ട, പാറയൊക്കെ ഉണ്ട്. ഇതിനെ ഒന്ന് നല്ല ഭംഗിയായിട്ട് വളരാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. ഇതിപ്പം തൽക്കാലം ഞാനൊരു കുഞ്ഞു ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഈ വർഷമൊന്നും ഇത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഈ പൂ ഇത്രേ വിടരൂ. ചിലതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ തട്ടുമ്പോഴത്തേക്ക് അങ്ങ് കൊഴിഞ്ഞു പോകും. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പൂവ്. അല്ലാതെ ഒത്തിരി വിടർന്ന് പോകത്തൊന്നുമില്ല. നോക്കി കാണാം, നിങ്ങൾക്കത് കാണാം. അങ്ങനെയേ ഉള്ളൂ നിൽക്കുന്നത്. പിന്നെ എനിക്കതിനോടങ്ങ് ഇഷ്ടമായി. കാരണം എനിക്ക് മനസ്സിലായി അതിൻ്റെ ഭംഗി. അതിങ്ങനെ ഇപ്പോൾ ഇത് കുഞ്ഞിതൊക്കെ കമ്പ് ചെയ്യാൻ മുകളിലോട്ട് വളരാൻ വേണ്ടിയാണ് ഇങ്ങനെ മുളയുടെ കമ്പ് വെച്ച് ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ അല്ലാതെ ചില കിരികിരാന്ന് പിടിച്ചിരിക്കുന്ന പൂവുണ്ട്, അടുങ്ങിയ. ഇത് ആ ടൈപ്പല്ല. സാധാരണ കടലാസ് ചെടിയുടെ കൂട്ടുകാരൻ ദൂരെയാണ് എൻ്റെ ഓരോ പൂവലയും വരുന്നത്. പക്ഷേ അതിങ്ങനെ വലുതാകാതെ ഇങ്ങനെ നിൽക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഓർത്തു, ആ മനുഷ്യനത് തിരിച്ച് വാങ്ങിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നല്ലൊരു ചെടി കിട്ടില്ലായിരുന്നു. നമ്മൾ ആദ്യം കണ്ട ഒരു ഇഷ്ടക്കുറവാണ് അപ്പം ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? നല്ല രസമില്ല എൻ്റെ ഈ കടലാസ് പൂ കാണാൻ?